ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാലും അത് എഡിറ്റ് ചെയ്തും ഇതൊക്കെ ഇടാൻ ഒരുപാട് നേരം വൈകുന്നതുകൊണ്ടാണ് വീഡിയോസ് ചാനലിൽ വരാൻ അത്ര വൈകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ഒരു വീഡിയോ ആട്ടോ. അപ്പോൾ നേരം വെളുത്തേക്കിന് ഞാൻ ചായയൊക്കെ രാവിലത്തെ എൻ്റെ വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ ഉമ്മ നീറ്റപ്പോൾ ഞാൻ ഉമ്മാക്കുള്ള ചായ ഉണ്ടാക്കിയായിരുന്നു. ഇന്നിപ്പോൾ ദോശയ്ക്ക് മാവ് ഞാൻ അരച്ച് ചെയ്യുന്നു. അപ്പോൾ മോൻ പറഞ്ഞു എനിക്ക് ദോശ വേണ്ട, എനിക്ക് ഇഡ്ഡലി മതി പറഞ്ഞു. അപ്പോൾ ഇഡ്ഡലി നന്നാവോ ഇല്ലയോ എന്നറിയില്ല, എന്നാലും ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആദ്യം ഉമ്മാക്ക് ചായ എടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാനിതാ പരിപ്പ് ഞാൻ വേവിക്കാൻ വേണ്ടി ഒന്ന് എടുത്ത് വെച്ചിരുന്നു കുക്കറിൽ. പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ പരിപ്പൊന്ന് വേവിച്ച് പിന്നെ കഷ്ണങ്ങളൊക്കെ വേവിച്ച് വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം പിടിക്കുമല്ലോ. അപ്പോൾ എന്നാൽ ആദ്യം തന്നെ പരിപ്പും പച്ചക്കറികളും എല്ലാം കൂടി ഒന്നിച്ച് വേവിക്കാൻ വിചാരിച്ചു. അത് അമ്മാൻ്റെ ചായ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറ്റിയതിന് ശേഷം ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാര്യമായിട്ട് പറയാനുള്ളത് എന്നെ കുറിച്ച് തന്നെ കേട്ടോ. ഞാൻ ഭയങ്കര മടിച്ചാണ്. എന്താ പറയുക, എല്ലാം ഞാൻ നാളത്തേക്ക് വെക്കും. എനിക്ക് തോന്നുന്ന പല കാര്യങ്ങളിലും എനിക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ചിലപ്പോൾ ആ ഒരു കാരണം കൊണ്ടായിരിക്കും. എല്ലാം ഞാൻ നാളത്തേക്ക് വെക്കും, നാളെ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ചെയ്യുക എന്നുള്ള നമ്മൾ ആദ്യം മാറ്റേണ്ട ആ ഒരു ചിന്ത എന്നുള്ള എപ്പോഴും ഞാൻ വിചാരിക്കും നമുക്കത് ആദ്യം മാറ്റേണ്ട അതാണ്. ഇന്ന കാര്യം ഇന്ന് ചെയ്യുക അല്ലെങ്കിൽ നാളെ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ആദ്യം വേണ്ടത് നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം. നാളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പല നഷ്ടങ്ങളും ഉണ്ടാവുന്ന പല ടൈപ്പ് കാര്യത്തിലൂടെയും എനിക്ക് മുന്നറിയിപ്പ് കിട്ടിയിട്ടുള്ള ഒരു അവസ്ഥ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാനുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകിച്ച് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് നിങ്ങളാരും പിന്നെ ഒരു കമൻറ്റിലൂടെ ഒരു നല്ല അഭിപ്രായമോ നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ ഒന്നും പറയുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് എന്നെ ഒരു പ്രോത്സാഹിപ്പിച്ചാൽ എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ളൊരു ഇഷ്ടം തോന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് അരിഞ്ഞു വെക്കുക. അപ്പോൾ ഞാൻ അതിൽ ചെറിയ പച്ചക്കായ ഒരു താത്ത തന്നിരുന്നു. അപ്പോൾ ആ പച്ചക്കായ ഞാൻ അരിഞ്ഞിട്ടും ഇവിടെ ഇനി എത്ര കഷ്ണങ്ങൾ സാമ്പാറിലിട്ടിട്ടും കാര്യമില്ല കേട്ടോ, ഒക്കെ ഇതുപോലെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഭയങ്കര മടിച്ചെന്ന് പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ മക്കൾക്ക് തന്നെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ പിന്നെ നാളത്തേക്ക് ഞാൻ നീട്ടി ഇപ്പോൾ ഇതാ ഏകദേശം 1 മാസമായിട്ടോ. ഇതിനു മുമ്പ് വേറൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ മോനെ 7 മാസം ഉള്ളപ്പോൾ ഞാനൊരു ക്യാൻവാസ് വാങ്ങിച്ചിരുന്നു. 7-ാം മാസം ഓൻ ജനിച്ച് കഴിയുമ്പോഴത്തേക്കും ചെയ്ത് തീർക്കാമെന്നുള്ളൊരു നിലയ്ക്കാണ് ഞാൻ ആ ക്യാൻവാസ് വാങ്ങി ചിത്രം വരയ്ക്കാം. ആ ക്യാൻവാസ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ മോന് ശരിക്കും പറഞ്ഞാൽ ഈ ജനുവരി 6 വയസ്സാവാണ്. അത്രയ്ക്ക് മടിച്ചാണ് ഞാൻ. പല കാര്യങ്ങളിലും മടിച്ചിത്തരം കൊണ്ടാണൊക്കെ ഇപ്പോൾ വീഡിയോ ഇടാൻ തന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മടി കൊണ്ടാണ് വീഡിയോ പ്രത്യേകിച്ച് എടുക്കാത്തത്. അപ്പം ഇങ്ങനെ ഓരോരോ നെഗറ്റീവ് തോന്നലുകളാണ്. ഇപ്പോൾ വീഡിയോ ഇട്ട് ആരും കാണില്ലല്ലോ, പിന്നെ എന്തിനാ വീഡിയോ ഇടണമെന്നൊക്കെ ഉള്ളൊരു തോന്നൽ വന്നിട്ട് ഞാനും ഒരുപാട് അമ്മമാരുണ്ടാവുമല്ലോ അതുപോലെ തന്നെ നാളത്തേക്ക് നീട്ടി വെക്കുന്നത് ശരിക്കും തെറ്റായിട്ടുള്ളൊരു പ്രശ്നമാണത്. ഞാനും അങ്ങനെ തന്നെ നാളത്തേക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും നീട്ടി വയ്ക്കും. അപ്പോൾ അത് ദോശമാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ അരച്ച് വെച്ചത് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് ഇഡ്ഡലി ചൂടാന്ന് വിചാരിച്ചേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി സെറ്റാക്കി നീക്കി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ കുറച്ച് ചെറുള്ളി ഞാൻ തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കണം. അപ്പം ഞാൻ അധിക ദിവസം ഈ സാമ്പാർ ഉണ്ടാക്കുക ഇതുപോലെ കേട്ടോ. തേങ്ങ അരയ്ക്കുന്നതിന് പകരം ആ ചെറുള്ളിയും പിന്നെ സാമ്പാർ പൊടിയും ഒക്കെ കൂടി വാട്ടിയിട്ട് ഞാൻ സാമ്പാർ മസാല പോലെ ഉണ്ടാക്കിയിട്ട് അതൊന്ന് അരച്ചിട്ട് ഞാൻ അയക്കി വയ്ക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ സാമ്പാർ അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ മാവ് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒപ്പം കൂടിയിട്ട് കുറേ കാലങ്ങളായിട്ടോ ഈ പാത്രങ്ങളൊക്കെ. അതാണ് ഈ പാത്രത്തിൻ്റെ കളർ. ഒന്നാമത് എന്താ അറിയോ, ഞാനെപ്പോഴും ഇഡ്ഡലി അടുപ്പത്ത് വെച്ചിട്ട് പോവും. പിന്നെ ഞാൻ ശരിക്കും 10 മിനിറ്റാണ് കറക്റ്റ് ടൈം ഞാൻ വയ്ക്കൽ. ഫുൾ ഫ്ലെയിമിൽ 10 മിനിറ്റ്. ഞാൻ ചിലപ്പോൾ 10 മിനിറ്റ് മറന്നു പോയിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോയിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും മറക്കും. അപ്പോൾ എൻ്റെ ഏറ്റവും അടിയത്തെ തട്ട് അതുപോലെ കരിയാൻ കാരണം അതാണ് വെള്ളം വറ്റിയിട്ട് അങ്ങനെയൊക്കെ എപ്പോഴും സംഭവിക്കലുണ്ട്. ഗ്യാസ് ഓഫാക്കാതെ മറന്നു പോവുക.
അങ്ങനെ ഒരുപാട് കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങളാണല്ലോ ഒരു വീട്ടമ്മ ഒരു ദിവസം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ മറന്നു. അങ്ങനെ കേടുവന്നതാണ് ഇഡ്ഡലി ചെമ്പ്. ഞാൻ അങ്ങനെ ഇഡ്ഡലി വല്ലാതെ ഉണ്ടാക്കലില്ല. ഇവിടെ എല്ലാവർക്കും ദോശയാണ് ഇഷ്ടം, ഇഡ്ഡലി അങ്ങനെ വല്ലാതെ യൂസ് ചെയ്യലില്ല. അപ്പം അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഉണ്ടാവും. അപ്പം നമ്മളെപ്പോഴും സ്റ്റവ് കൗണ്ടർ ടോപ്പായാലും എന്ത് പണി കഴിഞ്ഞാലും അപ്പം തുടച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റൗവിനായാലും കൗണ്ടർ ടോപ്പായാലും എപ്പോഴും വൃത്തിയായിട്ടിരിക്കും. ഈ സ്റ്റവ് ഞാൻ ഇപ്പോൾ 3 വർഷമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മളെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ. ഇതും ഏകദേശം 10-11 കൊല്ലത്തെ പഴക്കമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ സാമ്പാർക്ക് ഞാൻ ഇങ്ങനെയാണ് സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാനതൊന്ന് നല്ല ചൂടാക്കി എടുത്ത് പിന്നെ ഒന്ന് ചൂടാതിന് ശേഷം അരച്ചിട്ട് ഞാൻ നമ്മുടെ സാമ്പാർക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം മാക്സിമം ഞാൻ അധികവും സാമ്പാർ പൊടിയായിട്ട് യൂസ് ചെയ്യൽ. പിന്നെ വറുത്തരച്ച് വെച്ചാൽ ഇവിടെ ഒരുപാട് ആൾക്കാർ, ഞങ്ങൾ 4 ആൾക്കാരുള്ളൂ, 4 ആൾക്കാരിൽ 3 ആൾക്കാരെ സാമ്പാർ കൂട്ടുള്ളൂ. അപ്പം പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമല്ലോ. പിന്നെ വെണ്ടയ്ക്കില്ല, അങ്ങനെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറായിട്ട് ഞാൻ ഉണ്ടാക്കിയത്. എന്നാലും കുഴപ്പമില്ല, നല്ല രസമുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഇഡ്ഡലി ഓഫാക്കി ഞാൻ ഈ സെയിം അടുപ്പത്ത് തന്നെ. എൻ്റെ അടുപ്പിന് രാവിലെ തീരെ റെസ്റ്റ് ഉണ്ടാവില്ല. രാവിലെ ഒരു 6:30 തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ പോണ വരെ ഫുള്ള് തിരക്കെടുക്കും. അപ്പോൾ ഞാൻ പേടിച്ച പോലെ ഇഡ്ഡലി കേടൊന്നും വന്നിട്ടില്ല, നന്നായിട്ടോ. അപ്പം ഞാൻ അതിൽ വല്ലുള്ളിയും തക്കാളിയും കൂടി വാട്ടാൻ വെച്ചിരുന്നു, അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. കണ്ട, ഞാൻ പറഞ്ഞില്ല സ്റ്റവ് ഓഫാക്കാനും കൂടിയുള്ള നേരം രാവിലെ കിട്ടുക. എല്ലാ വീട്ടമ്മമാരും അങ്ങനെ തന്നെയാണ്, എനിക്കറിയാം. ഞാൻ എൻ്റെ കാര്യം ഒന്ന് എടുത്ത് പറഞ്ഞു തോന്നും. അപ്പോൾ മോന് കുളിക്കാനുള്ള ചൂടുവെള്ളമായിട്ട് ഞാൻ എടുത്ത്, ഇവിടെ മോന് നീക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണോ അവൻ എടുക്കുന്നത് അപ്പം മാത്രം മൂപ്പര് നീക്കുള്ളൂ. അപ്പം ഞാൻ നേരെ ചൂടുവെള്ളം കൊണ്ട് ബക്കറ്റിൽ ഒഴിച്ച് വെച്ചിട്ട് നേരെ ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ കുളിപ്പിച്ചെടുക്കുക ചെയ്യാം. അല്ലാതെ നീക്കൂല. സ്കൂളിൽ പോകുന്ന ശനി ഞായറും കൂടി കഴിഞ്ഞിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നോക്കണ്ട. ഏറ്റവും എന്താ പറയുക, ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ തിങ്കളാഴ്ച. നീക്കന്നല്ല, എടുത്ത് കൊണ്ടുപോയി അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് വേണം ചെയ്യിപ്പിക്കാൻ. പിന്നെ മക്കൾക്ക് ചോറിനിപ്പോൾ രാവിലെ ചോറ് കൊണ്ടുപോകില്ല, ഭയങ്കര മടിയൊക്കെ ഉണ്ടാവും. അവർക്ക് രാവിലത്തെ പലഹാരം മതി. അപ്പോൾ മോന് ചില ദിവസങ്ങൾ അങ്ങനെ, ചില ദിവസം ദോശ പറഞ്ഞ കാര്യം, ചില ദിവസങ്ങൾ ഇഡ്ഡലി അറിയും. ഇപ്പം ഒന്ന് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ചു, ഇഡ്ഡലി. പിന്നെ ഞാൻ ഹസ്ബൻഡ് സാമ്പാർ ഭയങ്കര ഇഷ്ടമല്ല. അപ്പോൾ ഞാനെന്താ വിചാരിച്ചു, ചട്നി ഉണ്ടാക്കുക വിചാരിച്ചിട്ട് മൂപ്പർക്ക് ചട്നി ഉണ്ടാക്കുക. മോക്ക് പിന്നെ ചട്നി, അതായത് വെള്ള ചട്നി ഇഷ്ടമല്ല, മോക്ക് മറ്റേ ചുവപ്പ് കളറുള്ള ചട്നി ആട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ സാമ്പാർ അപ്പോഴത്തേക്കും തിളച്ച് മറിഞ്ഞ് നമ്മളുടെ സാമ്പാറൊന്ന് സെറ്റായി. ഇനി നമുക്കതൊന്ന് വറവിടണം. അപ്പോൾ കടുകും ഉണക്കമുളകും കരിവേപ്പിലൊക്കെ ഇട്ടിട്ടാട്ടോ ഞാൻ വറവിടുന്നത്. അപ്പം ഞാൻ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചയ്ക്കുള്ള നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ എനിക്ക് എന്തെങ്കിലും ഉപ്പേരിയോ പൊരിക്കാനൊക്കെ ഉണ്ടാക്കിയാൽ ഇന്നത്തെ പരിപാടി വേഗം കഴിഞ്ഞിട്ടും. എന്നാലും ബാക്കിയുണ്ടല്ലോ, ക്ലീനിങ് ഉണ്ട്. പിന്നെ അലക്കാൻ പിന്നെ വാഷിംഗ് മെഷീനുള്ളതുകൊണ്ട് പകുതി സമാധാനം. ഞാനിപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ പണ്ടൊക്കെ നമ്മൾ വാഷിംഗ് മെഷീൻ ഇല്ലാത്ത കാലത്ത് തിരുമ്പിയൊന്നും അത്രയും ടൈം എവിടെയെന്ന്. ഇപ്പം ആ ഒരു ടൈം കിട്ടണമെന്നല്ല. നമ്മൾ അലക്കാൻ ഉപയോഗിച്ചിരുന്ന ആ ടൈം ഉണ്ടല്ലോ, കിട്ടണമെന്നല്ല. അപ്പോൾ അത് ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിൻ്റെ മേൽക്കൂടി ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം നല്ലതാണ്. കുട്ടികൾ കുറേ നേരം ചോറ് പിന്നെ ഉച്ചയ്ക്ക് തിന്നു കഴിഞ്ഞാൽ വൈകുന്നേരമല്ലേ കൊണ്ടുവരുള്ളൂ. പിന്നെ നമ്മൾ കഴുകാനാണെങ്കിൽ കുറച്ച് വൈകും ചെയ്യും. അത് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ വേഗം ചട്നിക്കുള്ള അരച്ച് വെച്ചിരുന്നതും. അപ്പോൾ ആ ചട്നി സെറ്റായിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് എല്ലാവർക്കും പോവാനായി. ഇനി ഇഡ്ഡലി, ഇന്നിപ്പോൾ ദോശ ചുട്ട് നിൽക്കണ്ട, ഇഡ്ഡലി ആയതുകൊണ്ട് ഇനിയിപ്പോൾ മോനെ പോയി ഒരുക്കണം. കുളിപ്പിക്കൽ കഴിഞ്ഞാണ്ട് അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 8:50 ആയിട്ടുണ്ട്. ഒരിക്കൽ 9:25 വണ്ടി വരുള്ളൂ. അപ്പോൾ അപ്പോഴേക്ക് ഞാനിതാ മോനക്ക് ചട്നി ആക്കി കൊടുത്തു. മോക്ക് പറഞ്ഞു സാമ്പാറും. ഈ സാമ്പാറിൻ്റെ കയ്യിലിൻ്റെ മേലെയും എൻ്റെ കുക്കറിൻ്റെ മേലൊക്കെ കറി. അതെന്താ വെച്ചാൽ ഞാൻ അടുക്കളയിൽ നിന്ന് ഈ മേശപ്പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. അതിൽ കൈ തട്ടിയിട്ട് ഒന്ന് തുളുമ്പി പോയതാണ്. എൻ്റെ കൈ എപ്പോഴും നമ്മളുടെ ആ ഒരു വാതിലിൻ്റെ ഹാൻഡിൽമേൽ കൊളത്തിപ്പിടും. ഇതവിടെ മൂക്കുന്ന ബുധനാഴ്ച ആയതുകൊണ്ട് വെള്ള ഡ്രസ്സാണ്.
മൂപ്പർക്ക് പോകാൻ തീരെ താല്പര്യമില്ല. കണ്ടില്ല, മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ, ഒരു ഇഷ്ടമില്ലാത്തോട് കൂടി പോണ പോലെ. വണ്ടിക്കാരെ പുറത്ത് വന്നിട്ടുണ്ട്, എന്നിട്ടാണ് ഈ കളിയൊക്കെ കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ എൻ്റെ കരിവേപ്പിലേനെ ഞാൻ അവളെ ഓട്ടോറിക്ഷയിലാക്കി കൊടുത്ത് കരിവേപ്പിലൊക്കെ വന്ന് നോക്കുമ്പോൾ കരിവേപ്പിലിൻ്റെ മേലെ ഒരു വെള്ള കുത്തി. ഒരുപാട് തവണ ഇത് വെട്ടിക്കളഞ്ഞിട്ട് റെഡിയാക്കിയതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുട്ടികളൊക്കെ പോയതിന് ശേഷം ഞാനിതാ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ സാമ്പാറും എൻ്റെ ചട്നിയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.